പ്രിയമുള്ളവരെ, വചനജ്വാല 1659 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 17 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 32 അധ്യായം 23 മുതൽ 44 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇന്ന് 50 നോമ്പിന്റെ 31 ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അവർ വന്ന് അത് കൈവശപ്പെടുത്തി, എങ്കിലും അവർ അങ്ങയുടെ വാക്കു കേൾക്കുകയോ നിയമമനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ, നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധ ദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അരുളി ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്കു വാങ്ങുക എന്ന് ദൈവമായ കർത്താവ് അവിടുന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരം കൽദായരുടെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവനത് കീഴടക്കും. ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ കടന്നു വന്ന് നഗരത്തിന് തീ വയ്ക്കും. നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽക്കൂരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന് ധൂപവും അന്യദേവന്മാർക്ക് പാനീയ ബലിയും അർപ്പിച്ചുവോ, അവയും ഞാൻ നശിപ്പിക്കും. ഇസ്രായേൽ മക്കളും യൂദയായുടെ മക്കളും ചെറുപ്പം മുതൽ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു. ഇതിനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റും. ഇസ്രായേലിന്റെ സന്തതികളും യൂദയായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂദയായിലെയും ജെറൂസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത്. എങ്കിലും ഞാൻ നിരന്തരം ഉപദേശിച്ചു, അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അതിൽ അവർ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ ബെൻഹിന്നോൻ താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരിയിൽ നിർമ്മിച്ചു. ഞാനിത് അവരോട് കൽപ്പിച്ചതല്ല. ഈ മ്ലേച്ഛപ്രവൃത്തി വഴി യൂദായെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ പോലും ഉദിച്ചതുമല്ല. യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച പ്രദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ സുരക്ഷിതരാക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർക്ക് അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ
ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരകളിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും നിങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ പാട്രിക്കിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. അയർലൻഡിന്റെ അപ്പസ്തോലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധപ്പട്ടിണിയിൽ കഴിഞ്ഞു. തന്നിമിത്തം കൂടുതൽ ദൈവൈക്യത്തിൽ ചെലവഴിക്കാൻ അവന് സാധിച്ചു. അടിമത്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കപ്പൽ കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പലിറങ്ങിയതിന് ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടി വന്നു. പാട്രിക്കിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമെതിരെ പാട്രിക്കിനും കൂട്ടുകാർക്കും മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും യാത്ര ചെയ്തു. ഫ്രഞ്ച് തീരത്തുള്ള ലെറിൻസിൽ അദ്ദേഹം കുറെ കാലം പഠനം നടത്തി. ഓക്സെയർ എന്ന പ്രദേശത്ത് 15 വർഷം ചെലവഴിച്ചു. 43-ാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലികാ ബാലന്മാർ തന്റെ നേർക്ക് കൈനീട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു. എരിയുന്ന തീക്ഷ്ണതയോടെ പാട്രിക് അയർലൻഡിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ നിയമിച്ചു, കന്യകകളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമമാത്ര ക്രിസ്ത്യാനിയായ കറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു, പലരെയും അടിമകളായി വിറ്റു. പാപിയും അജ്ഞനുമായ പാട്രിക് എന്ന് സ്വയം സംബോധന ചെയ്തുകൊണ്ട് കെറോട്ടിനെഴുതിയ കത്ത് വളരെ തൻ്റെ ആളുകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആർദ്രമായ സ്നേഹത്തെ സ്പഷ്ടമാക്കുന്നു. 433 ഉയർപ്പ് ഞായറാഴ്ച ഷാംറോക്ക് മരത്തിൻ്റെ ത്രിതല പത്രം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കൊണാൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതോടെ അയർലൻഡിൻ്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. ഡ്രൂയിഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ അദ്ദേഹത്തെ വളരെയധികം മർദ്ദിച്ചിരുന്നു. 12-ലധികം പ്രാവശ്യം അദ്ദേഹത്തെയും അനുയായികളെയും ജയിലിലടയ്ക്കുകയും വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്യുകയുണ്ടായെങ്കിലും ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം എപ്പോഴും രക്ഷപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിന്റെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ തിരുനാൾ ഒരു ദേശീയ ഉത്സവമായി കൊണ്ടാടുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ പാട്രിക്കിന്റെ മാധ്യസ്ഥത്താൽ അയർലൻഡിന്റെ വിശ്വാസം ആദിമ ശതാബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ്. പ്രിയരെ, വിശുദ്ധ പാട്രിക്കിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.